എൻ്റെ പേര് അനുശ്രീ സത്യൻ. ഞാനിവിടെ ലോജിക്കൽ IDT ഫൈനലിന്റെ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് വന്നത്, നവംബർ അറ്റംപ്റ്റിന് വേണ്ടിയിട്ട്. വരുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ക്ലാസ് മനസ്സിലാവോ, പിന്നെ ഇത് ക്രാഷ് ബാച്ച് ആണ്, സാർ മൊത്തം കവർ ചെയ്യോ, ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് ആവുമ്പം ഇതൊക്കെ കൂടി പഠിച്ചു തീർക്കാൻ പറ്റുമോ, ഒരുപാട് കൺഫ്യൂഷൻസോടെ വന്ന്. പക്ഷെ ഫസ്റ്റ് ഡേ ഒരു 1 hour കഴിയുമ്പോഴേക്കും തന്നെ ഒരു കോൺഫിഡൻസ് വന്നു. എന്താ പറയാ, ഇത് നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന സാധനമാണ് എന്നുള്ള രീതിയിൽ സാർ അത് നമുക്ക് മനസ്സിലാക്കി തരുന്ന പോലെ പഠിപ്പിക്കുന്നത്. IDT ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരുമ്പോഴത്തേന് തന്നെ നമ്മുടെ ഒരു പ്രൈം കൺസേൺ സാറ് ബേസിക്സിൽ നിന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ്. IDT പ്രൊവിഷൻസ് നമുക്കറിയാം ഭയങ്കര ഒരു ഡ്രൈ സബ്ജക്റ്റ് ആണ്. അപ്പം എത്രമാത്രം സ്റ്റുഡൻസിന് ഇത് ഹെൽപ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാവുന്ന രീതിയിൽ എത്രമാത്രം ഇത് പറഞ്ഞു തരുന്നു എന്നുള്ളതാണ് IDT മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പം അപ്പോൾ സാർ അത് മാക്സിമം പ്രൊഡക്റ്റീവ് ആക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ക്ലാസ്സിലൂടെ. 15 ദിവസത്തെ ക്ലാസ്സിൽ അദ്ദേഹം ചാർട്ടുകളിൽ കൂടെയും അതുപോലെ തന്നെ പ്രൊവിഷൻസ് ഒക്കെ മലയാളത്തിൽ പറഞ്ഞു തരികയും ഒക്കെ ചെയ്ത് പ്രൊഡക്റ്റീവായിട്ടാണ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. ഒരു കുട്ടിക്ക് എത്രയും എളുപ്പമായിട്ട് നല്ല ഫൺ രീതിയിൽ എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് സിമ്പിൾ ലാംഗ്വേജിൽ പഠിപ്പിക്കാൻ സാറിന് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവരും എൻജോയ് ചെയ്ത് സമയം പോകുന്നത് അറിയാതെ നല്ലതായിട്ട് പഠിക്കാനും പറ്റിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള നോളജ് കൊണ്ടാണ് GST ക്ലാസ്സിലേക്ക് വന്നത്. സ്ക്രാച്ചിൽ നിന്നാണ് എല്ലാം തുടങ്ങിയത്. എല്ലാവരും കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആണ്, ബേസിക് എല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് സാർ സ്റ്റാർട്ട് ചെയ്തത്. കോൺസെപ്റ്റ് ഭയങ്കര പക്കയായിട്ടാണ് സാർ പറഞ്ഞു പോകുന്നത്. QFP നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യിപ്പിക്കും. അതായത് എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് അത് ചെയ്യിപ്പിക്കുക. ക്ലാസ്സിൽ തന്നെ അതിന്റെ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യും. പേഴ്സൺ ടു പേഴ്സൺ ആണ്, എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് സാർ മുന്നോട്ട് പോകാറ്. പിന്നെ സാർ ഡെയിലി ക്വസ്റ്റ്യൻ ചോദിക്കും. അന്നന്ന് പഠിക്കുന്നത് അന്നന്ന് വീട്ടിൽ പോയിട്ട് നോക്കുന്നത് കൊണ്ട് തന്നെ ഇനിയും നമുക്കൊരു റിവിഷൻ എന്നുള്ള രീതിയിലേ നോക്കേണ്ട ആവശ്യമുള്ളൂ. പുതിയതായിട്ട് പഠിക്കുന്ന പോലെ ഫീൽ ചെയ്യത്തില്ല. ജസ്റ്റ് നമ്മൾ പേജ് മറിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ക്ലാസ്സിൽ നിന്ന് എടുത്ത കാര്യങ്ങൾ കറക്റ്റ് ഓർമ്മ വരുന്നുണ്ട്. സാറ് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അയ്യോ ചോദിച്ചാൽ സാർ എന്തെങ്കിലും വിചാരിക്കുമോ അല്ലെങ്കിൽ മണ്ടത്തരായി പോവോ അങ്ങനെയൊന്നും തോന്നേണ്ട ആവശ്യമില്ല. സാറിനോട് എന്ത് ചോദിച്ചാലും സാർ നമുക്ക് മനസ്സിലാവുന്നത് വരെ അത് പറഞ്ഞു തരും. പിന്നെ അതുകൊണ്ട് തന്നെ എക്സാമിനേക്ക് വേണ്ടുന്ന നല്ലൊരു കോൺഫിഡൻസ് ഇപ്പോൾ ഉണ്ട്. ക്ലാസ്സിന്റെ മെയിൻ ആയിട്ട് മാത്രമല്ലാതെ ബാക്കി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മളെ ക്ലാസ്സിന്റെ ഇടയ്ക്ക് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ക്ലാസ് ഭയങ്കര ഇന്ററാക്റ്റീവ് ആണ്. ഒരു ഫ്രൂട്ട്ഫുൾനെസ് ഉറപ്പായിട്ടും ക്ലാസ്സിൽ നിന്ന് കിട്ടും. അത്രയ്ക്ക് നല്ലൊരു ക്ലാസ് ആണ്. ഈ 2 ആഴ്ച അങ്ങ് പെട്ടെന്ന് പോയി. പക്ഷെ നമുക്ക് എക്സാമിന് വേണ്ടിയതായ കാര്യങ്ങളും ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് വെരി ഫൺ. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ക്ലാസ് ആൻഡ് ഗുഡ് സാർ ടു ഹാങ് അറൗണ്ട് വിത്ത്. സാറിന്റെ എക്സ്പീരിയൻസസും സാറിന്റെ നോളജും ഞങ്ങൾക്ക് ഇനിയുള്ള ഫ്യൂച്ചർ ഇന്റർവ്യൂസിനും ഉപകാരപ്പെടുന്നതായിരിക്കും.